ഓരോരുത്തരുടെയും കയ്യിലുള്ള അപകർഷണങ്ങളാകുന്ന നന്മകൾ, കഴിവുകൾ, കൃപകൾ എല്ലാം ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുവാനുള്ള മനസ്സും ആഴമേറിയ വിശ്വാസവും ഉണ്ടെങ്കിൽ ദൈവം നമ്മിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പങ്കുവയ്ക്കലിൻ്റെ വലിയ സന്തോഷവും നമുക്ക് ലഭിക്കും. ഈ കൃപയ്ക്ക് വേണ്ടി വിശുദ്ധ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. തിരുസഭ മുതിർന്നവരുടെ സാർവത്രിക ദിനമായി ഇന്നേ ദിവസം ആചരിക്കുകയാണ്. ഞാൻ എന്നും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും എന്ന സുവിശേഷവാക്യം ഈ ദിനത്തിൽ ആപ്തവാക്യമായി ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയിരിക്കുന്നു. നമ്മുടെ ഇടവകയിലെ മുതിർന്നവരെയെല്ലാം ഈ ബലിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ സാന്നിധ്യത്തെ നമുക്ക് സ്നേഹപൂർവ്വം വിലമതിക്കാം. പ്രത്യാശയും സ്നേഹവും നിറഞ്ഞ നല്ല ദിനങ്ങൾ നമുക്ക് ആശംസിക്കാം. സ്നേഹപൂർവ്വം ബഹുമാനപ്പെട്ട അൽഫോൻസ് അച്ഛനെയും എല്ലാ സിസ്റ്റേഴ്സിനെയും പ്രിയപ്പെട്ട മാതാപിതാക്കളെയും തിരുവാലസയ്ക്ക് കുടുംബാംഗങ്ങളെയും വിശുദ്ധ ബലിയിലേക്ക് യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഭക്തിപൂർവ്വം ദിവ്യബലിയിലേക്ക് പ്രവേശിക്കാം. ബഹുമാനപ്പെട്ട സിസ്റ്റർ, ബഹുമാനപ്പെട്ട കോർഡിനേറ്റർ, ബഹുമാനപ്പെട്ട മാതാപിതാക്കന്മാരെ, കൈക്കാരൻ, പ്രിയ കുഞ്ഞുമക്കളെ, ഇന്ന് തിരുബാന സഖ്യത്തിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നമ്മുടെ ഇടവകയിൽ നടത്തപ്പെടുകയാണ്. ഇന്നത്തെ ഒരു സാഹചര്യം നമുക്കറിയാവുന്നതുപോലെ വ്യക്തിപരമായി മുഖാഭിമുഖം കാണുവാനോ നമ്മുടെ സാന്നിധ്യം പലയിടത്തും അറിയിക്കാൻ പറ്റാത്തതുകൊണ്ട് രൂപതയുടെ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചതിന് പ്രകാരമാണ് ഓരോ ഇടവകയിലും വ്യത്യസ്തമായ രീതിയിലേറെ പ്രത്യേകിച്ച് ഓൺലൈനിലൂടെ തിരുബാന സഖ്യ ദിനം സന്ദർഭിക്കുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന കർത്താവായ യേശുനാഥന്റെ മനോഹരമായ ചിത്രമാണ്. കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെടുത്ത് ഒത്തിരിയേറെ ചിന്തകൾ യേശുനാഥൻ തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട്.
ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ മറച്ചു വെച്ച് കുഞ്ഞുങ്ങൾക്ക് വെളിപ്പെടുത്തിയതിനാൽ സ്വർഗ്ഗപിതാവേ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. തുടർന്ന് കുഞ്ഞുമക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കാൻ അവരെ തടയരുത്. ഇന്നത്തെ സുവിശേഷം പോലും പറയുന്നത് 5 അപ്പവും 2 മീനും കൊണ്ടുവന്നത് ഒരു കുട്ടിയാണ്. ആ കുട്ടിയിലൂടെ നൽകപ്പെട്ടിട്ടുള്ള ആ അനന്തമായ അത്ഭുതം തീർച്ചയായും കർത്താവായ യേശുനാഥൻ ചെയ്ത ഏറ്റവും മനോഹരമായ അത്ഭുതമായിട്ട് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, കുഞ്ഞുമക്കളായ നിങ്ങൾ ഓരോരുത്തരും ലോകത്തിൻ്റെ അത്ഭുതമാണ്. ലോകത്തിന് നൽകപ്പെട്ടിട്ടുള്ള വലിയ അടയാളമാണ്. പുതുതലമുറയ്ക്ക് ഒരു മാറ്റം അനിവാര്യമാണ്. അതേറെ പ്രത്യേകിച്ച് നിങ്ങളിലൂടെ ആ മാറ്റം ദൈവത്തിൻ്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് എല്ലായിടങ്ങളിലും എത്തിക്കുവാനായിട്ടുള്ള കൃപ മക്കൾക്ക് എല്ലാവർക്കും നൽകട്ടെ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുമക്കളായ ഞങ്ങൾ ഒരിക്കൽ ബഹുമാനപ്പെട്ട സിസ്റ്റർ മേരിക്കും മറ്റുള്ള ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ടവരെയും കർത്താവായ ദൈവത്തിൻ്റെ കരങ്ങളെ സമർപ്പിച്ചുകൊണ്ട് തിരുബാല സത്യത്തിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം സ്നേഹപൂർവ്വം എല്ലാവരുടെയും പേരിൽ അറിയിച്ചുകൊണ്ട് നമ്മൾ കരങ്ങൾ വെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരുമയുള്ളവർ തൻ്റെ ഭവനത്തിൽ വസിക്കാൻ ഇടയാക്കുന്ന ദൈവത്തെ തൻ്റെ ജനത്തിന് ശക്തിയും ധൈര്യവും നൽകുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ കർത്താവായ ദൈവത്തിന്റെ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായി നിങ്ങളുടെ കൂടിയിരിക്കുന്ന മക്കൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ പ്രാർത്ഥനാഗീതങ്ങളും നമ്മുടെ ഇടവക കുടുംബാംഗങ്ങളെയും കൂട്ടായ്മയുടെയും എല്ലാ പ്രാർത്ഥനാഗീതങ്ങളും ദൈവിക സന്നിധിയിൽ നമുക്ക് സംഘടിപ്പിച്ചുകൊണ്ട് കർത്താവായ യേശുനാഥനെ ബലിയർപ്പിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ പാവങ്ങളെയും കുറവുകളെയും ദൈവിക സന്നിധിയിൽ നമുക്ക് ഏറ്റുപറഞ്ഞ് അനുസ്മരിക്കാം.
നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ,
ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. ആണ്ടുവട്ടത്തിലെ 17-ാം ഞായർ രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് ബാലിശാലിശാലിൽ നിന്ന് ഒരാൾ ആദ്യഫലങ്ങൾ കൊണ്ടുണ്ടാക്കിയ കുറെ അപ്പവും 20 ബാർലി അപ്പവും കുറെ ധാന്യക്കതിരുകളും സഞ്ചിയിലാക്കി കൊണ്ടുവന്ന് ദൈവപുരുഷന് കൊടുത്തു. അപ്പോൾ എലീശ പറഞ്ഞു, അതിവർക്ക് കൊടുക്കുക, ഇവർ ഭക്ഷിക്കട്ടെ. ഭൃത്യൻ ചോദിച്ചു, 100 ആളുകൾക്കായി ഇത് ഞാൻ എങ്ങനെ പങ്കുവയ്ക്കും? അവൻ ആവർത്തിച്ചു, കൊടുക്കുക, അവർ ഭക്ഷിക്കട്ടെ. എന്തെന്നാൽ കർത്താവ് അരുളി ചെയ്യുന്നു, അവർ ഭക്ഷിക്കുകയും മിച്ചം വരികയും ചെയ്യും. ഭൃത്യൻ അതവർക്ക് വിളമ്പി. കർത്താവ് അരുളി ചെയ്തതുപോലെ അവർ ഭക്ഷിച്ചു, മിച്ചം വരികയും ചെയ്തു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. കർത്താവേ, അവിടുത്തെ എല്ലാ സൃഷ്ടികളും അവിടുത്തേക്ക് കൃതജ്ഞത അർപ്പിക്കും. അങ്ങയുടെ വിശുദ്ധർ അങ്ങയെ വാഴ്ത്തും. അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വത്തെപ്പറ്റി അവർ സംസാരിക്കും. അവിടുത്തെ ശക്തിയെ അവർ വർണ്ണിക്കും. അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. എല്ലാവരും അങ്ങയിൽ ദൃഷ്ടി പതിച്ചിരിക്കുന്നു. അങ്ങ് അവർക്ക് യഥാസമയം ആഹാരം കൊടുക്കുന്നു. അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. ഇഷ്ടവും അവിടുത്തെ പ്രവൃത്തികൾ കൃപാപൂർണവുമാണ്. തന്നെ വിളിച്ചുപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചുപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, കർത്താവിന് വേണ്ടി തടവുകാരനായി തീർന്നിരിക്കുന്ന ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച ശാന്തതയോടും ദീർഘക്ഷമയോടും നിങ്ങൾക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുകയും പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവ്വം അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കുകയും സമാധാനത്തിന്റെ ബന്ധത്തിൽ ആത്മാവിന്റെ ഐക്യം നിലനിർത്താൻ ജാഗരൂകരായിരിക്കുകയും ഒരേ പ്രത്യാശയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടതുപോലെ ഒരു ശരീരവും ഒരു ആത്മാവുമാണുള്ളത്. ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനവുമേ ഉള്ളൂ. സകലത്തിലുപരിയും സകലത്തിലൂടെയും സകലത്തിലും വർത്തിക്കുന്നവനും നമ്മുടെ എല്ലാം പിതാവുമായ ദൈവം ഒരുവൻ മാത്രം. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു. ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, അങ്ങേക്ക് മഹത്വം.
പെസഹ തിരുനാൾ അടുത്തിരുന്നു. യേശു കണ്ണുകൾ ഉയർത്തി ഒരു വലിയ ജനതയെ തൻ്റെ അടുത്തേക്ക് സഹോദരനുമായ അന്ത്രയോസോനോട് പറഞ്ഞു, 5 പാവിയപ്പവും 2 മീനും കൈവശമുള്ള ഒരു കുട്ടി ഇവിടെയുണ്ട്, എന്നാൽ ഇത്രയും പേർക്ക് അതെന്തുണ്ട്? യേശു പറഞ്ഞു, ആളുകളെല്ലാം ഭക്ഷണത്തിനിരുത്തുകയും. ആ സ്ഥലത്ത് പുല്ല് തഴച്ചു വളർന്നിരുന്നു. 5000-ഓളം വരുന്ന പുരുഷന്മാർ അവിടെ ഉണ്ടായിരുന്നു. അനന്തരം യേശു അപ്പം എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് അവർക്ക് വിതരണം ചെയ്തു. അതുപോലെ തന്നെ മീനും വേണ്ടത്ര നൽകി. അവർ ഭക്ഷിച്ച് തൃപ്തരായപ്പോൾ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഒന്നും നഷ്ടപ്പെടാതെ മിച്ചമുള്ള കഷണങ്ങളെല്ലാം ശേഖരിക്കുന്നു. 5 പാവിയപ്പത്തിൽ നിന്ന് ജനങ്ങൾ ഭക്ഷിച്ചതിന് ശേഷം മിച്ചമുള്ള കഷണങ്ങൾ 12 കൂട്ടമറി അവർ സ്വീകരിച്ചു. അവൻ പ്രവർത്തിച്ച അടയാളം കണ്ട ജനങ്ങൾ പറഞ്ഞു, ലോകത്തിലേക്ക് വരാനിരിക്കുന്ന പ്രവാചകൻ സത്യമായി ഇവനാണ്. അവൻ വന്നു തന്നെ രാജാവാക്കാൻ വേണ്ടി ബലമായി പിടിച്ചു കൊണ്ടുപോകാൻ ഭാവിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ യേശു വീണ്ടും തനിയെ മലയിലേക്ക് പിന്മാറി. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാവങ്ങളിലേക്ക് ചേർത്തുമാറാകട്ടെ. വിശുദ്ധിയിൽ പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റർ, സ്നേഹ ബഹുമാനപ്പെട്ട മാതാപിതാക്കന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, തിരുബാല സഖ്യത്തിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. കർത്താവായ ദൈവം ക്രിസ്തുവിലൂടെ നൽകപ്പെട്ടിട്ടുള്ള നിരവധിയായ സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം നമ്മൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ്. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളാണ് ഈ ലോകത്ത് പിറക്കുന്ന ഓരോ കുഞ്ഞുങ്ങൾ. ലോകം നമുക്ക് വെച്ച് നീട്ടുന്ന പ്രതികൂലമായ സാഹചര്യത്തിൽ പോലും ജന്മം കൊടുക്കുന്ന മാതാപിതാക്കന്മാരെയും ജനിച്ച് ജീവിച്ച് ദൈവത്തിൻ്റെ പ്രീതി പാത്രങ്ങളായി മാറുന്ന കുഞ്ഞു മക്കളെയുമൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. എനിക്കിപ്പോഴും ഓർമ്മ വരുന്നത് 2018 പ്രളയമാണ്. പ്രളയം ഏകദേശം മലയോര മേഖലകളിൽ വെള്ളം പൊങ്ങുമെന്ന് കരുതുന്ന അവസരത്തിൽ, ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന ഒരവസരത്തിൽ ഒരു കുഞ്ഞിനെയും കുഞ്ഞു മകനെ എടുത്തുകൊണ്ടോടുന്ന അഗ്നിസുരക്ഷ ഒരു പ്രവർത്തകനെയാണ്. അമ്മയിൽ നിന്ന് വാങ്ങിച്ച് ആ കുഞ്ഞിനെ സുരക്ഷിതമായ കരങ്ങളിൽ എടുത്തുകൊണ്ട്, എനിക്ക് തോന്നുന്നു ഒരു ഡാമിൻ്റെ താഴെ നൽകപ്പെട്ടിട്ടുള്ള സ്ഥലത്ത് കൃത്യമായി അപ്പുറത്തെ സ്ഥലത്തെത്തിക്കുന്നതിന് വേണ്ടി വ്യഗ്രതയോടുകൂടി കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ചണച്ചുകൊണ്ടോടുന്ന ഒരു അഗ്നി സുരക്ഷാ സേവകൻ. പിന്നീട് എനിക്ക് തോന്നുന്നതിന് ശേഷം ഇന്ന് 2 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ LKG-യിലേക്ക് കൊണ്ടുപോകുന്ന പടമൊക്കെ മലയാള മനോരമ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2018 പ്രളയത്തിൽ തീർച്ചയായിട്ടും ആ കുഞ്ഞ് മഹാ അത്ഭുതമായി മാറിയിട്ടുണ്ട്. നിരന്തരം കുഞ്ഞുമക്കളുമായി ബന്ധപ്പെട്ടിട്ട് ഓരോ ചിത്രങ്ങൾ പത്രത്തിലോ അല്ലെങ്കിൽ മാധ്യമങ്ങളിലോ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരികയാണെങ്കിൽ തീർച്ചയായും അതൊരു അട്രാക്ഷനാണ്. ദൈവത്തിൻ്റെ മനോഹരമായ അത്ഭുതമായിട്ട് നമുക്കതിനെ കാണാനായിട്ട് സാധിക്കും. ഈ ഇടയ്ക്ക് കഴിഞ്ഞ 2 ദിവസമായിട്ട് മഹാരാഷ്ട്രയും അതുപോലെ തന്നെ UP-യും ഒക്കെ മഹാപ്രളയത്തിൻ്റെ കെടുതിയിൽ അകപ്പെട്ടിരിക്കുകയായിരുന്നു. ഫേസ്ബുക്കിനകത്ത് വന്ന ഒരു വീഡിയോ വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നത്, നമുക്കറിയാവുന്നതുപോലെ അവിടെ ചാലുകീറി ഒരുപക്ഷെ ഒഴുകുന്ന വലിയ പ്രളയമൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. എന്നാൽ അവിടെ കനാലിലൂടെ സാധാരണഗതിയിൽ വെള്ളം ഒഴുകുന്നുണ്ട്. ആ വെള്ളത്തിൽ കളിക്കുന്ന ഒരു കുട്ടി പെട്ടെന്ന് ഈ മഹാപ്രളയത്തിൽ അകപ്പെട്ടു പോകുന്നത്. പക്ഷേ ആ കുഞ്ഞിനെ ഒരു കല്ലിൻ്റെ മേലിൽ എടുത്തുയർത്തുന്ന ഒരു മഹാ അത്ഭുതം അവിടെ നടക്കുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒക്കെ അപ്പുറവും ഇപ്പുറവും മലവെള്ളപ്പാച്ചിൽ പോലെ വെള്ളം ഒഴുകുന്ന അവസരത്തിൽ കുഞ്ഞ് ആ കല്ലിൻ്റെ മേലെ നിൽക്കുകയും അവസാനം കുഞ്ഞ് കലയുന്നുണ്ട്. ഒത്തിരിയേറെ പേര് അപ്പുറം ഇപ്പുറം നോക്കി നിൽക്കുന്നുണ്ട്. അവസാനം അതിൻ്റെ അപ്പുറത്ത് മാറി ഒരു പാലമുണ്ട്. പാലത്തിൽ നിന്ന് ഒരു ഏണി താഴേക്ക് ഇട്ടിട്ട് ഒരു ഉദ്യോഗസ്ഥൻ, ഒരുപക്ഷെ നീന്തൽ പോലും അറിയാത്ത ഉദ്യോഗസ്ഥൻ, ഇൻസേർട്ട് ചെയ്തൊരു മനുഷ്യൻ പാൻസും ഷർട്ടും ഇട്ടുകൊണ്ട് ആ ഏണിയിൽ നിന്ന് താഴെ ഇറങ്ങി കുഞ്ഞിനെ സുരക്ഷിതമായി എടുക്കുന്നതിന് വേണ്ടി ആ മനുഷ്യൻ കാണിക്കുന്ന, വെള്ളം ഒഴുകുന്നുണ്ട്, ആ സമയത്ത് വെള്ളം ഒഴുകുന്ന സമയത്ത് പോലെ ആ കുഞ്ഞിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഈ ഉദ്യോഗസ്ഥൻ കഴിവിൻ്റെ പരമാവധി ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ അദ്ദേഹം നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്ന ചിന്തയിൽ തന്നെ ആവണം
കല്ല് പരതി കാലെടുത്ത് വെച്ച് കുഞ്ഞിൻ്റെ മുമ്പിലേക്ക് എത്തി ആ കുഞ്ഞിനെ തോളിലേറ്റിക്കൊണ്ട് വീണ്ടും ഏണിയുടെ സൈഡിലേക്ക് കടന്നു വന്ന് ആ കുഞ്ഞിനെ മേളോട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ ആ മനുഷ്യരുടെ അവിടെ കൂടിയ മനുഷ്യരുടെ ഹർഷാരവും കയ്യടിയും ഒക്കെ കാണുവാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നത്. അതെനിക്ക് തോന്നുന്നു ഇപ്പോൾ പ്രചരിക്കുന്ന മനോഹരമായ ദൈവത്തിൻ്റെ അത്ഭുതമായിട്ട് എനിക്കതിനെ കാണാനായിട്ട് സാധിക്കുകയാണ്. ഇന്ന് ഈ വിശുദ്ധമായ സുവിശേഷം നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുമ്പോൾ കർത്താവായ യേശുനാഥൻ്റെ സുവിശേഷം, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളോട് പറയുന്നത് ഇങ്ങനെ ഒരു അവസരത്തിലൂടെ കടന്നു പോകുന്ന ഒരു കുട്ടിയുടെ അത്ഭുതമാണ്. പെസഹ തിരുനാളാണ് ശരിക്കും അതിൻ്റെ ഒരു സന്ദേശം നമുക്ക് നൽകുന്നത്. നമുക്കറിയാവുന്നതുപോലെ പെസഹ തിരുനാൾ ജെറുസലേമിൽ ആഘോഷിക്കുവാൻ വേണ്ടിയിട്ട് മാതാപിതാക്കന്മാരൊക്കെ ഒരുമിച്ച് പോകാറുണ്ട്. ഇന്ന് കാണുന്നത് പോലെ ഗ്യാസ് കുറ്റിയുമായിട്ടൊന്നും പോകുന്നൊരവസ്ഥയല്ല. നമുക്കറിയാവുന്നതുപോലെ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്ത് എത്തിയേക്കണമെങ്കിൽ വണ്ടിയോ കാറോ ബൈക്കോ സ്കൂട്ടറോ ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ്. നടന്നു പോകുന്ന അവസരത്തിൽ ക്ഷീണിതമാകുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും വെള്ളം ഉപയോഗിക്കും, ഭക്ഷണം ഉപയോഗിക്കും. അങ്ങനെ ഒരുപക്ഷെ ആ കുട്ടി കൊണ്ടുപോയ ഒരു അപ്പവും 2 അപ്പവും 5 അപ്പവും 2 മീനുമാണ് പ്രിയമുള്ളവരെ മഹാ അത്ഭുതത്തിന് സാക്ഷ്യമാവുകയുള്ളത്. നമ്മൾ മനസ്സിലാക്കുക, കുഞ്ഞു മക്കൾ നൽകുന്ന ചില അടയാളങ്ങളാണ് ഇതെല്ലാം. കുഞ്ഞിനൊരു പക്ഷേ കഴിക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന മാതാപിതാക്കന്മാർക്ക് ഒരുമിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയതാവണം ഈ 5 അപ്പവും 2 മീനും. പക്ഷേ അവിടെ കൂടിയ അതിൽ നിന്ന് അവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, യേശുവിൻ്റെ സജീവമായ സാന്നിധ്യം മനസ്സിലാക്കിയ കുഞ്ഞ് എല്ലാം ചോദിച്ചവർക്കെല്ലാം കൊടുത്ത ഒരു മനോഭാവമാണ് ഇന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ പടർന്ന് പന്തലിച്ച അത്ഭുതത്തിന് സാക്ഷ്യമാകുവാൻ വേണ്ടി ആ കുഞ്ഞൊരു അത്ഭുതമായി മാറിയതുപോലെ ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കുഞ്ഞുങ്ങൾ അത്ഭുതങ്ങൾ തന്നെയാണ്. ആ കുഞ്ഞുങ്ങളെ മാതാപിതാക്കന്മാർ തീർച്ചയായിട്ടും കാണപ്പെടുന്ന ദൈവങ്ങളാണ്. അവരെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും ഒക്കെ സാധിക്കണം കുഞ്ഞുമക്കളെ. അതുപോലെ തന്നെ കുഞ്ഞുമക്കളും അതുപോലെ തന്നെ മാതാപിതാക്കന്മാരെ കാണപ്പെടുന്ന ദൈവങ്ങളായി കണ്ടുകൊണ്ട് സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും സാധിക്കണം. പ്രഭാഷകന്റെ പുസ്തകത്തിലും സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലും നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: മാതാപിതാക്കന്മാരുടെ കണ്ണുനീര് കാണരുത്, ആ കണ്ണുനീര് നമ്മൾ വില കൊടുക്കേണ്ടി വരും. നമുക്കറിയാവുന്നതുപോലെ ഇന്ന് മാതാപിതാക്കന്മാർക്ക് കുഞ്ഞുങ്ങളെ ജന്മം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തായി തീരും, ഭാവി എന്തായി തീരും എന്നുള്ള വലിയൊരു അസന്നിഗ്ധാവസ്ഥ മുന്നിൽ കാണുന്നുണ്ട്. എന്നാൽ കാലങ്ങൾക്ക് മുമ്പ് കടന്നുപോയിട്ടുള്ള മാതാപിതാക്കന്മാരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വ്യഗ്രതയും ജീവിതത്തിൻ്റെ ആസ്വാദനവും എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുക എന്നതായിരുന്നു. അതുപോലെ അവർ അത്രമാത്രം സ്നേഹത്തോടും സന്തോഷത്തോടും കൂട്ടുത്തരവാദിത്തോടും കൂടി കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. നമുക്ക് കരകൾ കൂട്ടി കണ്ണുകൾ അടച്ച് ലോകത്തിലായിരിക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണ് കുഞ്ഞുമക്കൾ, ദൈവത്തിൻ്റെ പുഞ്ചിരിയാണ് കുഞ്ഞുമക്കൾ. ആ കുഞ്ഞുമക്കൾ സ്നേഹത്തോടെ നിറകരങ്ങളോടുകൂടി നമുക്ക് ലോകത്തിലേക്ക് വരുന്ന എല്ലാ കുഞ്ഞുമക്കളെയും സ്വീകരിക്കുന്നത് പോലെ നമുക്ക് നമ്മുടെ ഓരോ മക്കളെയും സ്വീകരിച്ചുകൊണ്ട് എൻ്റെ മക്കൾ എൻ്റേത് മാത്രമാണെന്നുള്ള ചിന്ത നമുക്കുണ്ടാകരുത്. മറ്റുള്ളവരുടെയും മക്കൾ നമ്മുടേതാണെന്നുള്ള ചിന്ത കൂടി ദൈവം നമുക്ക് നൽകുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും ഒരേപോലെ കാണുവാനും കേൾക്കുവാനുമായിട്ടുള്ള മനസ്സ് നമുക്ക് നൽകണമേ എന്ന് മാത്രമായി പ്രാർത്ഥിക്കാം. നമ്മൾ കുഞ്ഞുമക്കളായിരുന്നപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മറ്റുള്ളവർക്ക് അത്ഭുതങ്ങളായി മാറിയിട്ടുണ്ട്. ഇത് നമ്മൾ വളർന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ അത്ഭുതങ്ങൾ അവർ സ്വീകരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ വളർന്നു വരുന്ന കുഞ്ഞുമക്കളെ കൈപിടിച്ച് ദൈവിക സന്നിധിയിലേക്ക് അത്ഭുതങ്ങളുടെ പ്രവാഹമായി അവരെ മാറ്റുവാനായിട്ടുള്ള പ്രകൃതി വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ ഹൃദയത്തോടുകൂടി തിരുവാല സത്യദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ദൈവം നിങ്ങൾ പോകുന്ന എല്ലാ ഇടങ്ങളിലും ദൈവത്തിൻ്റെ മഹാ അത്ഭുതമായി നിങ്ങളുടെ സാന്നിധ്യം മാറട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായ ദൈവത്തെ എഴുന്നേക്കാം. പരിശുദ്ധാത്മയുടെ സജീവമായ സാന്നിധ്യം നമുക്ക് അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. നന്മ അറിയിക്കുന്നു സ്വസ്തി. അങ്ങയുടെ ഹൃദയത്തിൻ പരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റുചൊല്ലാം. ഏകദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാത്തിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ
പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യം ഏകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവരുമായ പരിശുദ്ധാത്മാവിനും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ എഴുപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. നമ്മുടെ നിരവധി നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ ഞങ്ങൾക്ക് മാതൃകയായി ഉണ്ണീശോയെ നൽകിയ സ്നേഹദൈവമേ, അങ്ങേ തിരുമുമ്പിൽ ഞങ്ങൾ കൃതജ്ഞതാ സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. തിരുസഭയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ, അഭിവന്ധ്യ പോളാൻഡിന് മുല്ലശ്ശേരി പിതാവിനെയും എല്ലാ വൈദികരെയും സന്യസ്തരെയും അങ്ങേ ചൈതന്യദാനമായി നിലനിർത്തണമേ. അജഗണത്തെ നയിക്കുവാൻ വേണ്ട കൃപാവരങ്ങൾ നൽകി എന്തെന്നും കാത്തു പരിപാലിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തിരുക്കുടുംബത്തിന്റെ ഐക്യവും സമാധാനവും ഞങ്ങളെ പഠിപ്പിക്കുവാൻ തിരുമനസ്സായ ദൈവമേ, ഞങ്ങളുടെ ഇടവക കുടുംബത്തെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട അൽഫോൺസ് അച്ഛനെയും സിസ്റ്റേഴ്സിനെയും എല്ലാ കുടുംബാംഗങ്ങളെയും കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. സ്നേഹത്തിലും ഐക്യത്തിലും ചിന്തിച്ചുകൊണ്ട് നന്മയുടെ കടകൾ പുറപ്പെടുവിക്കുവാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ ഉറവിടമായ ദൈവമേ, ലോകം മുഴുവനുമുള്ള തിരുബാല സഖ്യ കുടുംബാംഗങ്ങളെ അങ്ങേ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. അനാഥ ബാല്യങ്ങളെയും ദാരിദ്ര്യത്തിന്റെയും രോഗത്തിന്റെയും വേദനയിൽ ആയിരിക്കുന്ന എല്ലാ കൊച്ചുകൂട്ടുകാരെയും അങ്ങേ കാരുണ്യത്തിൽ സ്പർശിക്കണമേ. സൗഖ്യവും സമാധാനവും സന്തോഷവും നൽകി കാത്തു പരിപാലിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നീതിസൂര്യനായ ദൈവമേ, ആഗോള കത്തോലിക്ക സഭയോട് ചേർന്ന് എല്ലാ മുതിർന്ന പൗരന്മാരെയും അങ്ങേ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ജീവിതത്തിന്റെ സായാഹ്നത്തിൽ എത്തി നിൽക്കുന്ന അവരിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും ഞങ്ങൾ അതിലേക്ക് നന്ദി പറയുന്നു. ദൈവാത്മാവിനാൽ അവരെ ശക്തിപ്പെടുത്തി പ്രത്യാശാനിർഭരമായ മനസ്സും ശാരീരിക ആരോഗ്യവും ആത്മബലവും നൽകി കാത്തു പരിപാലിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ക്രിസ്തുവിന്റെ വിധാനത്തിലൂടെ മരണത്തെ ജീവന്റെ കവാടമാക്കി മാറ്റിയ സ്നേഹദൈവമേ, മരണം മൂലം ഞങ്ങളിൽ നിന്നും വേർപിരിഞ്ഞ എല്ലാ ആത്മാക്കൾക്കും നിത്യവിശ്രാന്തി മോക്ഷഭാഗ്യം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഒരു നിമിഷം നമ്മുടെ എല്ലാ വ്യക്തിപരമായ മേഖലകളും മൗനമായ ദൈവിക സന്ധിയിൽ സംഭവിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളതാമേ. ആമേൻ. നൈവേദ്യ
സഹോദരരെ, നിങ്ങളുടെ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് സമൃദ്ധിയിൽ നിന്ന് ഞങ്ങൾ അങ്ങേക്കായി കൊണ്ടുവന്നിരിക്കുന്ന കാണിക്കകൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ കൃപയുടെ ശക്തമായ പ്രവർത്തനത്താൽ ഈ പരമപരിശുദ്ധ രഹസ്യങ്ങൾ ഞങ്ങളുടെ ഇഹലോക ജീവിത രീതികൾ വിശുദ്ധീകരിക്കുകയും നിത്യാനന്ദത്തിലേക്ക് ഞങ്ങൾ നയിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതിശുദ്ധവും ന്യായവും അത്രേ. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശുക്രിസ്തുവിലൂടെ എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവുള്ള നിറവേറ്റിക്കൊണ്ട് പരിശുദ്ധമായ ഒരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹനവേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണം ഉന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ ഈ അവസരത്തിൽ ആലപിക്കുന്നു. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും കൊടുക്കപ്പെട്ട സമനസാലയെ പീഡകൾ സഹിച്ചപ്പോൾ ഒപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് നൽകി ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് അതേ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അർപ്പി ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവാൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തം
രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവാൻ വിശ്വാസത്തിൻ്റെ രഹസ്യം. ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അംഗീകരിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവുമായി ചേർക്കണം. താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകവും വ്യാപിച്ചു കിടക്കുന്ന സഭയെ പാർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായോട് ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ പോളാച്ചനും മെത്രാനോടും വൈദികഗണത്തോട് മൊത്ത സഭയെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും മാതാപിതാക്കന്മാരെയും അങ്ങേ കാരണത്തിൽ വെള്ളമടഞ്ഞ സഹോദരിയും നോക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോട് വാക്കന്നവയുടെ ഭർത്താവായ ഭദ്രപ്പെട്ട ഔഷധനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോട് ഞങ്ങളുടെ സ്വർഗമധ്യസ്ഥനാവശ്യ സ്ഥാപിക്കുന്നു. കാലാകാലങ്ങളിൽ ഞങ്ങളെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊക്കെ നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ പുരുഷനാഥൻ നമ്മെ പഠിപ്പിച്ചു. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളാണ് ഓരോ കുഞ്ഞുമകനും മകളും. ആ ദൈവികമായ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ അത്ഭുതമായി മാറുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാകണമേ. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ രക്ഷകനായ കർത്താവായ യേശുക്രിസ്തു
ജീവിക്കുകയും വാഴുകയും ചെയ്ത പ്രാർത്ഥന കേട്ടിട്ടുള്ളണമേ. സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം ക്രിസ്തുവിന്റെ സമാധാനം ആശംസിക്കാം. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിനാൽ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവും നമ്മെ നിത്യം സംരക്ഷിക്കുമാറാകട്ടെ.
ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ദൈവം ക്രിസ്തുവിലൂടെ നൽകപ്പെട്ടിട്ടുള്ള വലിയൊരു അംഗത്വമാണ് തിരുബാല സഖ്യം. ഏറെ പ്രത്യേകിച്ച് നമ്മുടെ രൂപതയ്ക്ക്, നമ്മുടെ ഇടവകയുടെ കുഞ്ഞുമക്കൾ തീർച്ചയായിട്ടും വളരെ പ്രോത്സാഹനജനമായ രീതിയിലാണ് തിരുബാല സഖ്യത്തിലൂടെ മുന്നോട്ട് പോകുന്നത്. അത് മറ്റുള്ളവർക്ക് ആകർഷകമായ രീതിയിലാണ് നമ്മുടെ ഇവിടുത്തെ കുഞ്ഞുമക്കൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത്. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കരത്തിൽ നിങ്ങൾ പിടിച്ചു നടന്ന് നിങ്ങളെ കാണുന്ന നിങ്ങളുടെ മാതാപിതാക്കന്മാരെ ദൈവത്തെ ദർശിക്കുന്നത് പോലെ കണ്ടുകൊണ്ട് അവർ പറയുന്നത് കേൾക്കുകയും കാണുകയും ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുമക്കളെ ഇടവക തലത്തിൽ ഒരുക്കുന്ന ബഹുമാനപ്പെട്ട സീജ മിനിസസിനെയും മറ്റെല്ലാ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും നേതൃത്വം നൽകുന്നവരെയും ആത്മാർത്ഥമായി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ പുത്രൻ്റെ പീഡാസഹനത്തിന് നിത്യസ്മാരകമായ ദിവ്യകുദാശ ഞങ്ങൾ സ്വീകരിച്ചു. അവർണ്ണനീയമായ സ്നേഹത്താൽ അവിടുന്ന് തന്നെ ഞങ്ങൾക്ക് നൽകിയ ഈ ദാനം ഞങ്ങളുടെ രക്ഷയ്ക്ക് ഉപകരിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യബലി സമാപിച്ചു. പരിശുദ്ധ പരമാവധി കാരണത്തിന് ഇനിയും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാവധി കാരണത്തിന് ഇനിയും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാവധി കാരണത്തിന് ഇനിയും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.